എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ, പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും തേങ്ങയിട്ട് അരച്ചു വെച്ച ഒരു അടിപൊളി കൊഞ്ച് റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഉണക്കച്ചെമ്മീൻ. അതിനുശേഷം ഒരു നല്ല പാനിൽ ലോ ഫ്ലെയിം വെച്ചിട്ട് ഇതേകണക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് നല്ല ക്രിസ്പി ആക്കി എടുക്കുക. ലോ ഫ്ലെയിം വേണം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ അതൊന്ന് നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ തലയും എല്ലാം നമുക്ക് വേസ്റ്റ് എല്ലാം കളയേണ്ടതുണ്ട്. അത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. കുറച്ച് നേരം ഇതിന് മെനക്കെട്ടാൽ നമുക്കൊരു അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണക്ക് നമ്മളതിൻ്റെ വേസ്റ്റ് എല്ലാം കുറേയൊക്കെ നമ്മളത് ചൂടാക്കുമ്പോൾ തന്നെ കുറേ എല്ലാം അടന്നു വരും. നല്ലപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ നമുക്കെടുക്കാം. അപ്പോൾ അതിങ്ങനെ നമ്മൾ അതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് നമ്മൾ ഇപ്പുറത്തോട്ട് അതിൻ്റെ തലയും ബാക്കിയുള്ള വേസ്റ്റുകളാണ് ഈ കാണുന്നതെല്ലാം, അതെല്ലാം മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു തേങ്ങയുടെ പകുതി, വലിയ തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക്. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരല്പം എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല വെച്ചാൽ ഒരുപാട് നല്ല ഇതായിട്ട് അരയണ്ട, ഒരു മീഡിയം ഇതിൽ അരഞ്ഞാൽ മതിയാവും. ഒരു 3 ചെറിയ ഉള്ളിയോടെ നമ്മളതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം. 3 ചെറിയ ചുവന്നുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിലോട്ട്. അപ്പോൾ നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മൾ, ഒത്തിരി ഇതായിട്ട് അരച്ചിട്ടില്ല, ഒരു മീഡിയം ഇതിലാണ്. അതിലോട്ട് നമ്മൾ മുരിങ്ങയ്ക്ക, ഒരു പച്ചമാങ്ങ, ഒരെണ്ണമാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി, ഒരു 10-15 എണ്ണം ചെറിയ ഉള്ളിയുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി. നമ്മളൊരു മൺചട്ടി വെച്ചതിന് ശേഷം നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്, ഒന്ന് ചൂടായി വരട്ടെ. നമുക്കതിലോട്ട് അല്പം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി, അതൊന്ന് ചെറുതായിട്ടായി നമ്മൾ അരിഞ്ഞാണ് കൊടുക്കുന്നത് ചെറിയ ഉള്ളി. അപ്പോൾ നമുക്ക് ആ ചെറിയ അരിഞ്ഞ ഉള്ളി നമുക്ക് ഇതിലോട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരല്പം കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അത് ചതച്ചെടുത്താണ്, ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആയാൽ മതിയോ, അധികം ചെറിയ ഉള്ളി ആയതുകൊണ്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. നമുക്കിതൊന്ന് ഗ്രേവി നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു കട്ടി എന്തുമാത്രം പരുവമെന്നുള്ളത്. നല്ല കട്ടിയായിരിക്കും. നമ്മളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് പരുവത്തിലാക്കി എടുക്കുക. നമുക്കിനി ഇതിലോട്ട് ചെമ്മീൻ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ചെമ്മീൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 100 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് മുരിങ്ങയ്ക്ക, ഇത് കണക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇനി നമുക്കതിലോട്ട് പച്ചമാങ്ങയാണ്, പച്ചമാങ്ങ ഇതാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു മാങ്ങയാണ്. ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. പുളി നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി
അതിൻ്റെ ഗ്രേവുമായിട്ട് എല്ലാം ഫുള്ളായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അയച്ച് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നമുക്ക് ഈ മഴ സമയത്തൊക്കെ നമുക്ക് നേരത്തെ ചെമ്മീൻ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പാകത്തിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഫൈനലി ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയയ്ക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയച്ചു തരിക. അപ്പോൾ ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. കാര്യം വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് പച്ചമുളകും കരിവേപ്പിലയും ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ തിളച്ച് വന്നതിന് ശേഷം ഫൈനലിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് അതിനകത്ത് കിട്ടും. നമുക്ക് നല്ലൊരു ടേസ്റ്റ് അതിനകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. അതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം. നമുക്കിത് ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി. ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് എത്രയുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ബൈ ബൈ, ടേക്ക്